ഹായ്! ഇന്ന് ഞാനൊരു കഥ പറയാൻ പോവാണ്. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ട കഥ പോലെയല്ല ഇന്നത്തെ കഥ. ഇത് വളരെ പണ്ട് നടന്ന ഒരു കഥയാണ്. ഓക്കെ. അപ്പോൾ ഈ ഈ കഥ നടക്കുന്നത് കനാൻ ദേശത്താണ് ഈ കഥ നടക്കുന്നത്. അപ്പോൾ മക്കൾ ഇങ്ങനൊരു സ്ഥലത്ത് നടക്കുന്ന കഥയെക്കുറിച്ചാണ് ഇന്ന് കേൾക്കാൻ പോകുന്നത്. അപ്പോൾ കഥ കേൾക്കുന്നതിന് മുന്നേ ഇപ്പോൾ മോനും മോളും കിടക്കുമ്പോൾ മോൻ്റെയും മോളുടെയും കൂടെ ആരൊക്കെയുണ്ട്? അപ്പയുണ്ട്, അമ്മയുണ്ട്. ഓക്കെ. അത് കൂടാണ്ട് ചിലപ്പോൾ ചേട്ടന്മാരുണ്ടാവും, ചേച്ചിമാരുണ്ടാവും, അല്ലെങ്കിൽ അനിയന്മാരുണ്ടാവും, അനിയത്തിമാരുണ്ടാവും. അപ്പോൾ ഇവരുടെ എല്ലാം കൂടെയാണ് കിടക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ കൂടെ ഈ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഉണ്ടാവുമ്പോൾ കളിക്കാൻ ഒത്തിരി പേര് കൂടെ ഉണ്ടെന്നുള്ള ഒരു ഇതുണ്ട്. നമുക്ക് എന്ത് കളികൾ വേണമെങ്കിലും കളിക്കാം, അവരായിട്ട് വഴക്കിടാം, പല കാര്യങ്ങളും അവരുടെ കൂടെ ചെയ്യാം. ഓക്കെ. കഥ ഞാൻ പറയാൻ പോകുന്നുണ്ടല്ലോ. ഈ കഥയിൽ ഒരു വീട്ടിൽ ഒരപ്പ ഉണ്ടായിരുന്നു. ആ അപ്പയുടെ പേരെന്തായിരുന്നു? യാക്കോബ് എന്നായിരുന്നു പേര്. അപ്പോൾ യാക്കോബ് എന്ന് പറഞ്ഞ ഒരു അപ്പൻ്റെ വീട്ടിലെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ യാക്കോബിന് എത്ര മക്കളുണ്ടായിരുന്നു എന്നറിയാമോ? മൊത്തം 12 മക്കളുണ്ടായിരുന്നു. 12 മക്കളെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ 1 2 അല്ലെങ്കിൽ 3 മക്കളെ ഉണ്ടാവാറുള്ളൂ അല്ലേ? ഇവിടെ നോക്കി 12 മക്കൾ. അപ്പോൾ 12 മക്കളെന്ന് പറയുമ്പോൾ കുറേ ഉണ്ട്. നമ്മുടെ കയ്യിലെ ഫിംഗേഴ്സ് പോലും 10 ഉള്ളൂ. 2 കൈ എടുത്ത് വെച്ചാൽ അതിലെ വിരലുകൾ എത്ര 10 ഉള്ളൂ. ഇത് ഇവിടെ പറയുന്നത് ഈ വീട്ടിൽ 12 മക്കളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 12 മക്കൾ കൂടി അവിടെ നല്ല രസമായിരിക്കും. അവർ കളിക്കുമ്പോൾ, അവർ വഴക്കുണ്ടാക്കുമ്പോൾ ഒക്കെ നല്ല ബഹളവും മേളമൊക്കെ ആയിരിക്കില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആ വീട്ടിൽ ഇതിൽ ഈ 12ാമത്തെ ഏറ്റവും ഇളയ ആളായിട്ട്, ഏറ്റവും ചെറുതായിട്ടുണ്ടായിരുന്ന ആളുടെ പേരായിരുന്നു യോസെഫ്. ഓക്കെ. അപ്പോൾ ഈ യോസെഫിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ. അപ്പോൾ യോസെഫ് ഈ 12 പേരിൽ ഏറ്റവും ഇളയതായതുകൊണ്ട് യോസെഫിൻ്റെ അപ്പയ്ക്ക്, അതായത് യാക്കോബിന് യോസെഫിനോട് ഒരു ഇത്തിരി ഇഷ്ടം കൂടുതലായിരുന്നു. നമ്മുടെ വീട്ടിലും ഉണ്ടാവില്ലേ ഇതേപോലെ അപ്പയ്ക്കും അമ്മയ്ക്കും ചേട്ടനോടെ ഭയങ്കര ഇഷ്ടം, അപ്പയ്ക്ക് അനിയത്തിയോടെ ഭയങ്കര ഇഷ്ടം നമുക്കിടയ്ക്ക് തോന്നാറില്ലേ? അപ്പോൾ ഇതേപോലെ ഈ യോസെഫിൻ്റെ വീട്ടിൽ യോസെഫിനോട് യോസെഫിൻ്റെ അപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിന് കാരണം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം യോസെഫ് ഉണ്ടായത് യോസെഫിൻ്റെ അപ്പയ്ക്ക് നല്ല പ്രായമായ സമയത്താണ്. അപ്പയ്ക്ക് നല്ല വയസ്സുള്ള സമയത്താണ് യോസെഫ് ഉണ്ടായത്. ഓക്കെ. അപ്പോൾ അങ്ങനെ യോസെഫ് ഉണ്ടായത് കൊണ്ട് യാക്കോബിന് ഭയങ്കര ഇഷ്ടമായിരുന്നു യോസെഫിന്. ഈ ഇഷ്ടം ഇങ്ങനെ നിന്നതുകൊണ്ട് തന്നെ ഒരിക്കൽ യോസെഫിന് ഈ യാക്കോബ് ഒരു നിലയങ്കി കൊടുത്തു, ഒരു ഗിഫ്റ്റ് കൊടുത്തു. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് അപ്പയും അമ്മയും ഗിഫ്റ്റൊക്കെ തരുമല്ലോ. എന്തെങ്കിലും പോകുമ്പോൾ ചിലപ്പോൾ മിഠായി ആയിരിക്കും തരുന്നത്, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും, ടോയ്സ് ആയിരിക്കും തരുന്നത്. അങ്ങനെ ഓരോരോ ഗിഫ്റ്റുകളൊക്കെ തരുമല്ലോ. അപ്പോൾ അതേപോലെ ഈ യോസെഫിന് മാത്രമായിട്ട് യാക്കോബ് വന്നിട്ട് ഒരു നിലയങ്കി കൊടുത്തു. നിലയങ്കി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചിന്തിക്കേണ്ടാവും, എന്താ നിലയങ്കി? നിലയങ്കി നമ്മളൊക്കെ ഇടുന്ന ഡ്രസ്സില്ലേ, നിങ്ങളൊക്കെ ഇടുന്ന ഷർട്ട്, ചുരിദാർ, ഉടുപ്പുകൾ, അങ്ങനത്തെ ഒരു ഡ്രസ്സ് യാക്കോബ് യോസെഫിന് കൊടുത്തു. അപ്പോൾ യോസെഫിന് ഇത് കൊടുത്തപ്പോൾ യോസെഫിൻ്റെ ചേട്ടന്മാരുണ്ട്, ചേച്ചിമാരുണ്ട്. അവരെത്ര പേരാ? 11 പേര് ഇനിയുണ്ട്. അപ്പോൾ അവർക്ക് ആർക്കും ഇത് കിട്ടിയില്ല. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ദേഷ്യമായി. അതെന്താ അപ്പൻ ഞങ്ങൾക്ക് തരാണ്ട് അവന് മാത്രമായിട്ട് കൊടുത്തത്? നമ്മൾ ചോദിക്കാറില്ല ഇങ്ങനെ വീട്ടിൽ, അമ്മ എനിക്ക് തരാണ്ട് ചേട്ടന് മാത്രം കൊടുത്തു, നമ്മൾ പറയാറില്ല അങ്ങനെ. അപ്പോൾ ഇവരും അങ്ങനെ ചിന്തിച്ചു. അപ്പം ഇങ്ങനെ നമുക്ക് കിട്ടാണ്ട് നമ്മുടെ കൂടെയുള്ള വേറൊരാൾ കിട്ടുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭയങ്കര വിഷമം ഉണ്ടാവും, ഭയങ്കര സങ്കടം ഉണ്ടാവും, നമ്മൾ മുഖം വീർപ്പിച്ചിരിക്കും, കരയും. എന്നാലും നമുക്ക് കിട്ടില്ല. അത് നിങ്ങൾക്ക് അടുത്ത തവണ മേടിച്ച് തരാം, അങ്ങനെയല്ല അപ്പയും അമ്മയും പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കും. ഓക്കെ. അപ്പോൾ ഇവിടെ യോസെഫിന് ഇത് കൊടുത്തപ്പോൾ യാക്കോബ് അങ്ങനെ ഒന്നും ചെയ്തില്ല. ആ ചേട്ടന്മാർക്കെല്ലാം ചേച്ചിമാർക്കെല്ലാം യോസെഫിനോട് ഇത് കാരണം ഭയങ്കര ദേഷ്യമായി. അപ്പോൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ മക്കൾക്ക് ദേഷ്യം വന്നാൽ മക്കൾ എന്താ ചെയ്യുക? ദേഷ്യം വന്നാൽ വഴക്ക് പറയും, ഒച്ചയുണ്ടാക്കും, എന്തെങ്കിലും തല്ലിപ്പൊട്ടിക്കും, ഇടിക്കും, ഇതെല്ലാം നമ്മൾ ചെയ്യില്ലേ? അപ്പോൾ ഇവർ എന്താ ചെയ്തതെന്ന് ഭയങ്കരമായിട്ട് നമുക്ക് ഇനി ഈ കഥയിൽ അറിയേണ്ടതുണ്ട്. അതായത് ഇവർ യാക്കോബ് യോസെഫിന് ഈ ഡ്രസ്സ് കൊടുത്തത് കാരണം ഭയങ്കര ദേഷ്യമായി. അങ്ങനെ ദേഷ്യമായിട്ട് ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ യോസെഫ് ഒരു സ്വപ്നം കണ്ടു. ഓക്കെ. അപ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് സ്വപ്നം കാണാറുണ്ടോ? മക്കൾ സ്വപ്നം കാണാറുണ്ടോ? രാത്രി ഉറങ്ങുമ്പോൾ ഭയങ്കര സ്വപ്നങ്ങളൊക്കെ നമ്മൾ കാണും. അപ്പോൾ ഇതേപോലെ
യോസേഫ് ഒരു സ്വപ്നം കണ്ടു. ഒന്നല്ല, 2-3 കുറേ സ്വപ്നം യോസേഫ് കണ്ടു. പക്ഷേ ഇന്ന് നമ്മൾ 2 സ്വപ്നത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ സ്വപ്നം കണ്ട യോസേഫ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കണ്ട സ്വപ്നം ഈ വീട്ടിലുള്ള ചേട്ടന്മാരോടും അപ്പയോടും യോസേഫ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ യോസേഫ് ആദ്യമായിട്ട് കണ്ട സ്വപ്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് വയലിൽ, ഓക്കെ, ഈ പാടം ഒക്കെ ഇല്ലേ, നമ്മുടെ നാട്ടിൽ പാടങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ അവിടെ വയലിൽ കറ്റ കെട്ടുമെന്ന് പറയും. ഓക്കെ, അപ്പോൾ കറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെറുതായിട്ടുള്ള ഗോതമ്പ് മണി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരുന്ന ആ ഇതിന് നമ്മൾ സാധാരണ പറയുന്ന പേര് കറ്റ എന്നുള്ളതാണ്. ഓക്കെ, യോസേഫ് കണ്ട സ്വപ്നത്തിൽ 12 പേരും, യോസേഫും ബാക്കിയുള്ള ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും കൂടി കറ്റകൾ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കെട്ടി എടുത്തു വയ്ക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ എടുത്തു വെച്ചുകൊണ്ടിരുന്നപ്പോൾ യോസേഫിൻ്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു. ഓക്കെ, അത് തന്നെ ഈ കെട്ടിവെച്ച സാധനം എഴുന്നേറ്റ് നിവർന്നു നിന്നു യോസേഫിൻ്റെ കറ്റ. എന്നിട്ട് ബാക്കിയുള്ള ചേട്ടന്മാരുടെ എല്ലാ കറ്റകളും ചേച്ചിമാരുടെ എല്ലാ കറ്റകളും യോസേഫിൻ്റെ കറ്റേനെ നമസ്കരിച്ചു. അതായത് റെസ്പെക്റ്റോടെ നമസ്കരിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ കണ്ടു എന്നുള്ളത് ആയിരുന്നു യോസേഫ് കണ്ട ആദ്യത്തെ സ്വപ്നം. അപ്പോൾ ഈ സ്വപ്നത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ യോസേഫ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ, യോസേഫ് പറഞ്ഞ ഈ സ്വപ്നം കേട്ട് കഴിഞ്ഞപ്പോൾ യോസേഫിൻ്റെ ചേട്ടന്മാർക്ക് ഓൾറെഡി ഡ്രസ്സ് കിട്ടാത്തതിൻ്റെ ദേഷ്യമുണ്ട്. ഈ സ്വപ്നം കൂടെ കേട്ടപ്പോൾ അവർക്ക് ഇത്രയും കൂടെ ദേഷ്യം. ഇവൻ എന്താ ഇങ്ങനെ പറയണേ? ഓക്കെ, ഇവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണേ? ഈ ഓരോരോ കാര്യങ്ങൾ, ഞങ്ങൾ നിന്നെ നമസ്കരിക്കണോ, ഞങ്ങൾ നിന്നെ നമസ്കരിക്കാൻ നീ ആരാ, വല്ല രാജാവാണോ? അങ്ങനെയൊക്കെ അവർ ചിന്തിക്കാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെ പറയാനും തുടങ്ങി. അങ്ങനെ ഈ സ്വപ്നം കാരണം വീണ്ടും അവർക്ക് ദേഷ്യം. അപ്പോൾ ഇപ്പോൾ 2 കാര്യത്തിനാണ് ദേഷ്യം. ഒന്ന്, അപ്പന് ഏറ്റവും സ്നേഹം യോസേഫിനോടാണ്. അപ്പൻ സെപ്പറേറ്റ് ആയിട്ട് യോസേഫിന് ഒരു സ്പെഷ്യൽ ഡ്രസ്സ് കൊടുത്തു, ഒരു വസ്ത്രം കൊടുത്തു. മാത്രമല്ല, ഇപ്പോൾ യോസേഫ് സ്വപ്നം കണ്ടു, ആ സ്വപ്നത്തിൽ യോസേഫിനെ എല്ലാവരും വണങ്ങും എന്നുള്ളത് പറഞ്ഞപ്പോൾ ഒന്നും കൂടെ ദേഷ്യമായി. അപ്പോൾ ഈ 2 കാര്യങ്ങളും ദേഷ്യത്തിൽ നിൽക്കുമ്പോൾ പിന്നെ ഒരു ദിവസം യോസേഫ് വേറൊരു സ്വപ്നം കൂടെ കണ്ടു. അപ്പോൾ ഈ യോസേഫിന് ഈ സ്വപ്നം കണ്ടു മാത്രമായിരുന്നോ പണിയെന്നാണോ ചിന്തിക്കണേ? യോസേഫ് സ്വപ്നം കണ്ടു. അപ്പോൾ അതിനകത്ത് യോസേഫ് നന്നായിട്ട് ഉറങ്ങാറുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ യോസേഫ് അടുത്ത സ്വപ്നം കണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മുടെ ആകാശത്തിൽ ചന്ദ്രൻ ഉണ്ട്, മൂണുണ്ട്, അല്ലെങ്കിൽ അമ്പിളിയമ്മാവനുണ്ട്, സൂര്യനുണ്ട്, സണ്ണുണ്ട്, പിന്നെ നക്ഷത്രങ്ങളുണ്ട്, അല്ലെങ്കിൽ സ്റ്റാർസ് ഉണ്ട്. അപ്പോൾ ഈ സ്വപ്നത്തിൽ ഇവരെല്ലായിരുന്നു പറഞ്ഞത്. ആരൊക്കെ ഉണ്ടായിരുന്നത്? സൺ, മൂൺ, സ്റ്റാർസ്, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതിൽ എത്ര നക്ഷത്രം ഉണ്ടായിരുന്നു? 11 നക്ഷത്രം ഉണ്ടായിരുന്നു. സൂര്യൻ ഉണ്ടായിരുന്നു, ചന്ദ്രൻ ഉണ്ടായിരുന്നു, 11 നക്ഷത്രം ഉണ്ടായിരുന്നു. ഓക്കെ, ഈ 11 നക്ഷത്രങ്ങളും യോസേഫിനെ നമസ്കരിച്ചു എന്നുള്ളതാണ് യോസേഫ് വീണ്ടും കണ്ട സ്വപ്നം. ഇങ്ങനൊരു സ്വപ്നം കൂടെ പറഞ്ഞപ്പോൾ ചേട്ടന്മാർക്ക് വീണ്ടും ദേഷ്യമായി. ഇവൻ്റെ ഒരു സ്വപ്നം. അങ്ങനെ ഈ സ്വപ്നം കാരണം വീണ്ടും അവർക്ക് ദേഷ്യമായി. ഇങ്ങനെ ദിവസങ്ങൾ പോയി. ഒരു ദിവസം ഈ ചേട്ടന്മാരെല്ലാം കൂടെ ആടിനെ മേയ്ക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടന്മാരുടെ അടുത്തോട്ട് ഈ യോസേഫിൻ്റെ അപ്പയായിട്ടുള്ള യാക്കോബ് യോസേഫിനെ അവരുടെ അടുത്തോട്ട് പറഞ്ഞയച്ചു. യോസേഫ് തന്നെ അപ്പോൾ ഈ ചേട്ടന്മാരെ കാണാൻ വേണ്ടി പോവുകയാണ്. യോസേഫ് ചേട്ടന്മാരെ കാണാൻ പോകുമ്പോൾ അവിടെ എത്താറായപ്പോൾ യോസേഫിനെ ദൂരത്ത് നിന്ന് ഈ ചേട്ടന്മാർ കണ്ടു. എന്നിട്ട് അവർ പറഞ്ഞു, അതേടാ സ്വപ്നക്കാരൻ വരണ്ട്, അപ്പൻ്റെ ഇഷ്ടപുത്രൻ സ്വപ്നക്കാരൻ വരണ്ട്, നമുക്ക് അവനെ എന്തെങ്കിലും ചെയ്യണം, അവനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഇവർ പറയാനുള്ള കാരണം എന്നതാ? ഇവൻ ഓൾറെഡി നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കാരണം. അതായത് സ്വപ്നം കണ്ടു, സ്വപ്നത്തിൽ അവൻ വലിയവനാവും എന്നുള്ളത് പറഞ്ഞു, അപ്പൻ്റെ ഡ്രസ്സ് കിട്ടി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇവർക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഇവരിങ്ങനെ ചിന്തിച്ചു. എന്നിട്ട് ഇവരെന്താ ചെയ്തതെന്നറിയാമോ? ഇവർ വന്നിട്ട് ഈ യോസേഫ് അടുത്ത് വന്നതിന് മുന്നേ ഇവർ കുറേ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി. യോസേഫിനെ എന്തെങ്കിലും ചെയ്യണം, അവനെന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് അപ്പൻ്റെ അടുത്ത് കള്ളം പറയാം, അവനെ കൊന്നുകളയാം, അടിച്ച് കൊന്നുകളഞ്ഞിട്ട് നമുക്ക് അപ്പൻ്റെ അടുത്ത് കള്ളം പറയാൻ വല്ല ജീവികളോ വല്ല ആനിമൽസോ വല്ല മൃഗങ്ങളോ അവനെ പിടിച്ചു എന്നോ അങ്ങനെ വല്ലതും പറയാം എന്നുള്ള ഇതിൽ ഇവർ ചിന്തിച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അതിൽ ഈ 11 പേരിൽ ഒരു ചേട്ടൻ പറഞ്ഞു, വേണ്ടടാ, അങ്ങനെ വേണ്ട, അവനെ കൊല്ലണ്ട, നമുക്ക് ഏതെങ്കിലും കിണറിലോ എന്തെങ്കിലും ഇട്ട് കളയാമെന്ന് പറഞ്ഞിട്ട് ഇവർ യോസേഫ് അടുത്ത് വന്നപ്പോൾ യോസേഫിനെ പിടിച്ച് കിണറ്റിലിട്ടു. എന്നിട്ട് വെള്ളമില്ലാത്തൊരു കിണറ്റിലാണ് ഇട്ടത്, ഒരു പൊട്ടക്കുഴിയിലിട്ടു. അപ്പോൾ ഇതാണ് ഇന്ന് പറയാനുണ്ടായിരുന്ന കഥ.
അപ്പം മക്കൾ ചിന്തിക്കുന്നുണ്ടാവും ഈ പൊട്ടക്കുഴിയിൽ വീണ യോസേഫിന് എന്നെ പറ്റിയെന്നുള്ളത് ചിന്തിക്കണില്ലേ? അതെന്താണെന്നറിയണേ നമുക്ക് അടുത്ത ദിവസം കഥ പറഞ്ഞുതരാം. ഇപ്പം തന്നെ ഒത്തിരി വലിയ കഥയായില്ല പറയാൻ തുടങ്ങിയിട്ട്. ഇതിനെന്താ പറ്റിയെന്നുള്ളത് അടുത്ത ദിവസം പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ യോസേഫിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആർക്ക്? അപ്പയ്ക്ക് ഇഷ്ടമായിരുന്നു. യോസേഫ് സ്വപ്നം കണ്ടു. ആ സ്വപ്നം പറഞ്ഞപ്പോൾ എല്ലാവർക്കും വീണ്ടും യോസേഫിനോട് ദേഷ്യമായി. യോസേഫിൻ്റെ ചേട്ടന്മാർക്ക് ഓൾറെഡി ദേഷ്യം ഉണ്ടാകുന്ന സ്വപ്നം കാരണം വീണ്ടും ദേഷ്യമായി. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ നല്ല സ്വപ്നങ്ങൾ കാണണം, അപ്പയും അമ്മേനെ സ്നേഹിക്കണം, അപ്പയും അമ്മയും ചേട്ടന്മാരുടെ കൂടെ ആരുമായിട്ട് നമ്മളൊരു വഴക്കിടരുത്. യോസേഫിൻ്റെ ചേട്ടന്മാരെ പോലെ നമ്മളാവരുത്, ചേച്ചിമാരെ പോലെ നമ്മളാവരുത്. നമുക്കുള്ള അനിയനെയോ ചേട്ടനെയോ അനിയത്തിനെയോ ചേച്ചീനെയോ നമ്മൾ സ്നേഹിക്കണം. അവരോട് നല്ല മക്കളായിട്ട് നല്ല കുട്ടികളായിട്ട് ഇരിക്കണം. ഓക്കെ. അപ്പോൾ അങ്ങനെയെല്ലാം ചെയ്ത് അവരെയൊക്കെ കെട്ടിപ്പിടിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങണം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ കഥ ഇതാണ്. ഈ കഥയുടെ ബാക്കി നമുക്ക് അടുത്ത ദിവസം കേൾക്കാം. ഓക്കെ. ബൈ, ടാറ്റാ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.